അപ്പോൾ ഇന്നത്തെ ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വിഷ്വലില് 3 ഡ്രോയിങ് കാണിക്കും. 3 പേരും 3 ഡ്രോയിങ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് ചോദിക്കും ഇതില് ഇവരുടെ മക്കൾ വരച്ച ഡ്രോയിങ് ഏതാണ് എന്നുള്ളത്. ഇവർക്ക് അറിയണ്ടാവില്ല, നമ്മൾ അവരുടെ നിന്ന് വരച്ച് മേടിപ്പിച്ചു. അപ്പൊ ഇനി ഇവരാണ് അത് കണ്ടുപിടിക്കേണ്ടത്. എന്റെ മോള് വരച്ചത് ഇതാണ്. എന്താണ് പറഞ്ഞത്? എന്നോട് പറഞ്ഞില്ലല്ലോ. അതാണ് നമ്മള് കുട്ടികളുടെ അടുത്തുനിന്ന് അവരുടെ അടുത്ത് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇത്ര നേരം പിടിച്ചു നിൽക്കായിരുന്നു ആ രഹസ്യം, പാവങ്ങള്. അപ്പൊ ഇനി നമുക്ക് ആ പിക്ചേഴ്സ് കാണാം, എന്നിട്ട് ഓരോ അമ്മമാരും ഐഡന്റിഫൈ ചെയ്യണം. ഇതെന്റെ മോള്, ഇതെന്റെ മോള്, ഇതെന്റെ മോള്. ഓക്കെ, അങ്ങനെ ഒരു ആത്മബന്ധം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം പിക്ചേഴ്സ് വരട്ടെ. റെഡി, മ്യൂസിക്. ഓക്കെ, 3 പടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കൊള്ളാലോ. സിഞ്ചു പറഞ്ഞോ, സിഞ്ചുവിന്റെ മകൾ വരച്ചത് ഏതാണ്? അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഒരു മരം, ഒരു കുന്ന്, ആകാശം, കാക്ക, സൂര്യനൊക്കെയാണ് സിഞ്ചുവിന്റെ മകള് വരച്ചത്. ശരി, ഫസ്റ്റ് വൺ. ശ്രീകുട്ടിയുടെയോ? ഇവിടെ തേർഡ് വൺ. ഓക്കെ, ഒരു വീട്, കുട്ടി, അതാണ്. അപ്പൊ വിദ്യക്ക് ഏതാ തോന്നണേ? സെന്റർ തന്നെ ആണോ അതോ ഇതിലേതെങ്കിലും ആണെന്ന് തോന്നുന്നുണ്ടോ മനസ്സിൽ? ആദ്യമേ എനിക്ക് സെന്റർ ആണെന്ന് തോന്നിയത് അവള് വരച്ചത്. സെന്റർ ആണ് ആദ്യമേ തോന്നി. അപ്പൊ എന്താ റീസൺ അത് തോന്നാൻ? എന്താ കാരണം? അവൾ എപ്പോഴും ആ സണ്ണ് വരയ്ക്കുന്ന എനിക്ക് അറിയാം. അങ്ങനെ ഒരു രീതിയിൽ അവള് ഇങ്ങനെ വരയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അങ്ങനെ. പിന്നെ വീട്, ട്രീം ഏകദേശം എനിക്ക് തോന്നുന്നു. ശ്രീകുട്ടിക്ക് തോന്നാൻ കാരണം? എന്റെ മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഈ ഓറഞ്ച് ഒക്കെയാണ്. പിന്നെ അവൾ ആ ക്ലൗഡ് എപ്പോഴും ഇങ്ങനെയാ വരയ്ക്കുന്നത്, ഒരുമാതിരി അമീബ പോലെ. അതുകൊണ്ട് അവള് കളേഴ്സ് ബ്ലൂവും ഓറഞ്ചും ഒക്കെ അവള് യൂസ് ചെയ്യുന്ന കളേഴ്സാണ്, ഇഷ്ടമുള്ള കളറാണ്. പിന്നെ ആ ക്ലൗഡും അതുകൊണ്ട്. ശരി, സിഞ്ചുവിന് എന്തുകൊണ്ടാ തോന്നാൻ കാരണം? ആ മരം വരച്ചിരിക്കുന്നതിന്റെ പെയിന്റ് ചെയ്യുന്ന രീതി, അത് മാത്രല്ല യൂസ് ചെയ്ത കളറിന്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറ്, മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പം 3 പേരും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഭയങ്കര ക്ലിയർ മാത്രം, കോൺഫിഡന്റ് ആണ്. പിന്നെ നന്നായിട്ട് അവരുടെ ആ എക്സ്പ്ലനേഷൻ റിയലി ലവ്ഡ് ഇറ്റ്. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഒരു പെർട്ടിക്കുലർ രീതിയാണ് അവർ അതെ. ഇനി നമുക്ക് കുട്ടീസിനെ വിളിക്കാം. കുട്ടീസ്, കം ഓൺ, വരൂ. ഓക്കെ, അമ്മയ്ക്ക് സമ്മാനം കിട്ടിയിരിക്കുകയാണ്. ഇനി മീനൂട്ടിയുടെ അമ്മ പറഞ്ഞത് ശരിയാണോ? യെസ്. ഓക്കെ, സമ്മാനം കൊടുത്തോളൂ. വെരി ഗുഡ്. ഇനി മോളുടെ അമ്മ പറഞ്ഞത് ശരിയാണോ? യെസ്. അടിപൊളി. അപ്പൊ 3 പേര്, അതായത് അമ്മമാര് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുമെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നോ മീനൂട്ടിക്ക്? ഓ, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്നുവെച്ചാൽ കുട്ടികളുടെ ഡ്രോയിങ് ചെറുതായിട്ട് അമ്മമാർക്ക് അറിയുള്ളൂ. യെസ്, ഒബ്വിയസ്ലി കുട്ടികളുടെ പല കാര്യങ്ങളും അമ്മമാർ അറിയുന്നില്ല, അതുകൊണ്ട് കുഞ്ഞിന് ടെൻഷൻ ആയിരുന്നു. മനസ്സിലായില്ലേ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്? അതെ, അമ്മ കണ്ണ് മീനൂട്ടിയുടെ അടുത്ത് വെച്ചിട്ടാണ് വേറെ സ്ഥലത്ത് പോകുന്നത്. മോൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മ കണ്ടുപിടിക്കുമെന്ന്? നല്ല പേടിയുണ്ടായിരുന്നു. എന്താ? കാര്യം ഞാൻ ഡ്രോയിങ് ചെയ്തിട്ട് ഉമ്മാനെ ഇതുവരെ കാണിച്ചിട്ടില്ല, പാപ്പാനെയാണ് കൂടുതൽ കാണിക്കുന്നത്. അത് ശരി, എന്നിട്ട് ഉമ്മ കണ്ടുപിടിച്ചു. അപ്പൊ സൂപ്പർ ഉമ്മ അല്ലേ? വേദുവിന് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന കാര്യം അമ്മ കണ്ടുപിടിക്കുന്ന അത്ര കോൺഫിഡന്റ് ആയിരുന്നോ? ഇല്ല, ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? എന്തൊരു കോൺഫിഡൻസ് അല്ലേ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ പറ്റി, അമ്മമാരെ സൂപ്പർ. ഒരാൾക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. അതായത് മീനൂട്ടി ഇവിടെ നിന്ന് ഒരേ കരച്ചില്, അമ്മ കണ്ടുപിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ശ്വാസിച്ചു. ഞാൻ സത്യം എന്നെ സംബന്ധിച്ച് ഇവരെല്ലാം ഇത് ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ വീട്ടിലത്തെ. സോസു ചേച്ചി എന്നെ നാണം കെടുത്തടേ. അമ്മമാര് മക്കൾ എന്ത് ചെയ്താലും അവര് അറിയത്തില്ല, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ, പക്ഷെ നമുക്കറിയാൻ പറ്റും അവരെന്താണ് ചെയ്യുന്നത്. എന്തായാലും ഇവര് വരയ്ക്കുന്ന, ഈ കുട്ടികൾ വരയ്ക്കുന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ടാസ്കിന് വേണ്ടി വിളിച്ചോണ്ട് പോയത് കണ്ടു, എന്താ സംഭവം കുറെ പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഇവരാരും കണ്ടിട്ടില്ല. നമുക്ക് ആ വിഷ്വലും കൂടി ഒന്ന് കാണാം, ഇവരുടെ വര. യെസ്.
ജോബ്. ചേട്ടാ ശരി, എന്തായാലും ഇന്നത്തെ ടാസ്ക് നമ്മളിതാ തുടങ്ങി. വളരെ ഗംഭീരമായിട്ട് അത് അവസാനിച്ചു. എല്ലാ അമ്മമാരും അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചു കളഞ്ഞു, എന്നെ തോൽപ്പിച്ചു കളഞ്ഞു വീണ്ടും.